ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി വിശുദ്ധ മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അലക്സാണ്ടറിൻ്റെയും റൂഫാസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. കണ്ണിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവൻ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണിയെന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് ഹാ ഹാ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്നിറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും അവനെ പരിഹസിച്ചു. അവൻ മറ്റുള്ളവരെ രക്ഷിച്ച് തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നാം കണ്ട് വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രായേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെ സഹായിച്ച വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശിമോനാണ്. ക്രൂശ് ചുമക്കാൻ ഇതുപോലെ ഞാൻ നിങ്ങളുമായിരിക്കുന്ന മേഖലകളിൽ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഞാൻ നിങ്ങൾ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗവാക്കാവുമ്പോൾ, യേശു പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആരാണെങ്കിലും, കർത്തപിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യം ഏത് മതസ്ഥർ ചെയ്താലും അവർ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ആ ശിമോനൊപ്പം ഉള്ളവരാണ്. ആ ശിമോന് ലഭിച്ചതായ അനുഗ്രഹം അവർക്ക് ലഭിച്ചിരിക്കും. ശിമോൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഭാഗമാക്കായി തീരുവാൻ ഈ വചനത്താൽ ഇത് കേൾക്കുന്ന ഏവർക്കും ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി ദൈവശക്തി കൊണ്ട് നിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറേനക്കാരനായ ശിമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമന്നതുപോലെ കർത്താവേ, ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിൽ കള്ളന്മാരുടെ നടുവിൽ കൂട്ടത്തിൽ ഞങ്ങൾ ഈ വെണ്ണുമ്പോൾ, ഞങ്ങളും കള്ളനാണെന്ന് ലോകം വിധിക്കുമ്പോൾ, കർത്താവെ, കൃപയോടെ നിൽപ്പാനുള്ള യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ശിഷ്യരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ഈ വചനത്താൽ നിൻ്റെ മക്കൾക്ക് രോഗസൗഖ്യമുണ്ടാകട്ടെ. ഈ വചനത്താൽ നിൻ്റെ മക്കളുടെ പ്രയാസങ്ങളുള്ള വിഷയങ്ങളുടെ മേൽ വിടുതൽ കൊടുക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.